ജീവിതത്തിൽ എന്ന് എല്ലാരും കൂടെ ഉണ്ടാവുന്ന ആരും വിചാരിക്കാൻ നിൽക്കണ്ട. എല്ലാരും നമ്മളെ ചതിച്ചിട്ട് ഒരു ദിവസം ഒരു പോക്കാണ്ട് പോകും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. 3 ദിവസമായി വീഡിയോ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാണ്ട് ഒരുപാട് മെസ്സേജും കോളൊക്കെ ഇതിനകത്തൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഡിപ്രഷൻ മൂഡിൽ ആരൊക്കെ ചതിച്ചാലും നമ്മൾ ഒരിക്കലും ചതിക്കൂലെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ. അവര് പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ ചതിച്ചാണ്ട് മറ്റൊരാളെ കൂടെ പോകുമ്പോൾ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ കാണുന്ന റോഡ് പോലെയാണ്. കുണ്ടും കുജ്ജും നായ്ക്കളും ഒക്കെ ഉണ്ടാവും നമ്മളെ റോട്ടിലും ജീവിതത്തിലും. നമ്മളെ ജീവിതം ഇപ്പം എത്ര സെറ്റപ്പായി ലക്ഷറി ലൈഫ് ആയാൽ പോലും നമ്മളെ ജീവിതത്തിൽ ഇതേമാതിരി അങ്ങാടിയത്തെ കുജ്ജ് പോലെ ഓരോ കുജ്ജും അങ്ങനത്തെ കുജ്ജുകളൊക്കെ നമ്മൾ മറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വണ്ടി എടുത്താണ്ട് അങ്ങാടി കണ്ട് ഇറങ്ങാൻ, 4 ആളെ കാണാൻ, വർത്താനം പറയാ, ചിരിച്ചാ കളിച്ചാ എൻജോയ്. ഒരാളെയും കാത്തിക്കണ്ട, ഒരാളെയും ആശ്രയിക്കും വേണ്ട. നമ്മളെ ജീവിതം, നമ്മളെ ഇഷ്ടം, നമ്മളെ സ്വാതന്ത്ര്യം, അത് നമ്മളെ ഹാപ്പിനെസ് പോലാണ്ട് ജീവിച്ച് തീർത്താണ്ടല്ലോ നമുക്ക് മരിക്കണ സമയത്ത് ഞാൻ ആ ജീവിച്ചു എന്നുള്ളൊരു തോന്നലാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിഥിലാജിക്കാക്ക് നല്ലൊരു തേപ്പ് കിട്ടിയെന്ന്. ചേമ്പും തള്ളയാണ്. മിഥിലാജിക്ക് അതിന് കമ്മിറ്റഡ് ഒന്നും ആവില്ല മനുഷ്യന്മാർ. നമ്മുടെ നാട്ടിൽ എന്താ ലീഗിന്റെ പരിപാടി ഉണ്ട്. ഇവിടെ ഫുള്ള് പച്ചക്കൊടിയൊക്കെ കിട്ടിയിരിക്കും. മനുഷ്യന്മാരെ മനസ്സിലെ ഇടക്കും നിലക്കൊക്കെ നല്ല സങ്കടം വരില്ല. സങ്കടം മാറ്റാൻ വേണ്ടി നമ്മൾ നേരെ വണ്ടി എടുത്താണ്ട് അങ്ങാടി കണ്ട് ഇറങ്ങലാണ് നമ്മളെ പരിപാടി. കോഴിക്കോടൊക്കെ ഇവിടുന്ന് ആകെ കുറച്ചുള്ളൂ. നമ്മളെ ജീവിതം റോട്ടുമുള്ള കുയ്യ് പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. നമ്മൾ ഈ കുയ്യിലൊന്നും ചാടാതെ കൃത്യമായി കട്ട് ചെയ്ത് വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സെറ്റ് ആവണ പോലെ തന്നെ നമ്മളെ ജീവിതവും അതേമാതിരി സെറ്റ് ആവും. രണ്ടും ഒന്നല്ലേ. ഈ മിഥിലാജിക്ക് എന്ത് മണ്ടനാണല്ലേ. ജീവിതത്തിൽ കുറച്ചെങ്കിലും സന്തോഷ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി രാവിലെ തന്നെ വണ്ടി എടുത്താണ് നേരെ അങ്ങാടിയില അല്ലെങ്കിൽ തോട്ടുക ഓട്ടുക ഓടുക്കാച്ചാ വണ്ടി. മരിച്ചു പോണ സമയത്ത് ആരെങ്കിലൊക്കെ നമ്മളെ പറ്റി ഓർക്കണം എന്നുണ്ടെങ്കിൽ വല്ലവർക്കും നല്ലതൊക്കെ ചെയ്തു കൊടുത്താൽ മതി. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ ശരി, സലാമ.